നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ ചിത്തിര ദിനമാണല്ലോ. എല്ലാവർക്കും ചിത്തിര ദിന ആശംസകൾ. ഓണത്തിൻ്റെ ആഘോഷം ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അത്തം ഇന്നലെ ആയിരുന്നു. അപ്പോൾ ഇന്നലത്തെ അത്തത്തിൻ്റെ പ്രത്യേകതയുണ്ട് കേട്ടോ. ഇന്നലത്തെ ഓണത്തിൻ്റെ അത്തം കേരളീയർക്ക് എല്ലാവർക്കും ഓണത്തിൻ്റെ അത്തം അത്ര ഇഷ്ടം തന്നെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ അത്തത്തിന് ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഇന്നലെയാണ് ഞാൻ ജനിച്ച ദിവസം കേട്ടോ. ഓണത്തിന് ഈ അത്താണ് എൻ്റെ ജന്മനക്ഷത്രം. അപ്പോൾ ഈ പ്രാവശ്യം ഉണ്ടല്ലോ, ഞങ്ങൾ നേരത്തെ എണീറ്റ് യോഗയൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ രാജേട്ടനും കൂടിയിട്ട് അമ്പലത്തിൽ പോയി തൊഴുത് വന്നു. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നല്ലോ. ബർത്ത്ഡേ ആയിട്ട് സ്പെഷ്യൽ അവിടെ ഗണപതി ഹോമവും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു. തിരുമേനി ആശംസയൊക്കെ പറഞ്ഞു. തിരുമേനി നമ്മുടെ സ്റ്റുഡൻ്റ് ആണല്ലോ. ആശംസയൊക്കെ പറഞ്ഞു. അവിടെ കുറേ ഫ്രണ്ട്സിൻ്റെ, രാജേട്ടൻ്റെ ഫ്രണ്ട്സിൻ്റെ കുറേ പേരെ കണ്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഇവിടെ വീട്ടിൽ വന്നു, ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ ചെറുതായിട്ട് ഈ പിറന്നാളൊന്ന് ആഘോഷിക്കാമെന്ന് രാജേട്ടൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു, മക്കളും. അപ്പം അതിനുള്ള എല്ലാവരും നേരത്തെ എത്തി, സജ്ജീകരണങ്ങളൊക്കെ ആയിട്ട് ചെറിയ ആഘോഷം. എൻ്റെ സഹോദരങ്ങളും അതുപോലെ തന്നെ രാജേട്ടൻ്റെ സഹോദരങ്ങളും തൊട്ടടുത്ത ഞങ്ങളുടെ ഫ്രണ്ട്സും, അതായത് എൻ്റെ സ്കൂളിലത്തെ എൻ്റെ തൊട്ടടുത്തുള്ള ഫ്രണ്ട്സ്, അതുപോലെ തന്നെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. എല്ലാവരും ഫ്രണ്ട്സാണ്. എങ്കിലും എൻ്റെ എല്ലാവരും വിളിക്കാനുള്ള ഇതുണ്ടായിരുന്നു. ചെറുതായിട്ടാണല്ലോ ചെയ്യുന്നത്. അതുപോലത്തെ കുറച്ച് ആൾക്കാരെ, അതുപോലെ തന്നെ എൻ്റെ തിരുവാതിര ഗ്രൂപ്പിലത്തെ ആൾക്കാരും ഇത്ര ഉണ്ടായുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ എൻ്റെ ബർത്ത്ഡേക്ക് നിങ്ങളെ ഞാൻ വിളിച്ചില്ല, എങ്കിലും ഞങ്ങളുടെ ചെറിയ ഈ ആഘോഷം കാണിച്ചു തരാം. വീഡിയോസ് പിന്നീട് വരുള്ളൂ. ഓക്കെ. യോഗ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഗോപൻ്റെ കൂടെ അമ്പലത്തിലേക്ക് പുറപ്പെട്ടു. അമ്പലത്തിൻ്റെ ഗേറ്റിൻ്റെ അവിടെ എത്തിയിട്ടോ. ഗേറ്റ് കടന്നു. നേരെ കാണുന്നതാണ് ഞങ്ങളുടെ അമ്പലം കേട്ടോ. ശ്രീകണ്ഠേശ്വരം ശിവക്ഷേത്രമാണ്. പരന്തരപ്പള്ളിയിലത്തെ കിഴക്കൂട്ട് ദർശനമുള്ള ക്ഷേത്രമാണ്. മുന്നിൽ ആളുണ്ട്, ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. കണ്ടില്ലേ, കുറച്ച് പടികളൊക്കെ ഉണ്ട് കേട്ടോ കയറാനായിട്ട്. ഞങ്ങൾ ഈ സൈഡിൽ വണ്ടി നിർത്തി ഇറങ്ങി. ഇതാണ് ഞങ്ങളുടെ ക്ഷേത്രം. തിരുമേനിയാണ് കേട്ടോ വരുന്നത്. ഇന്നെന്താ ഇവിടെ ശ്രാദ്ധം കർമ്മമുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ ശിവൻ്റെ അമ്പലമായതുകൊണ്ടേ ശ്രാദ്ധത്തിനും പ്രാധാന്യമുണ്ട്. തിരുമേനി തന്നെ അതും നടത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാലത്തെ പൂജ കുറച്ച് കഴിഞ്ഞാൽ ശ്രാദ്ധം ഒക്കെ ചെയ്യാനുള്ള ആൾക്കാർക്ക് വന്നാൽ സൗകര്യപ്പെട്ടു. ഇതാ ഭഗവാനെ കാണാം. വെളിച്ചം കണ്ടില്ലേ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. അവിടെ താഴെ കാണുന്നതാണ് സുബ്രഹ്മണ്യസ്വാമിയുടെ ക്ഷേത്രം കേട്ടോ. അവിടെ തൊഴുതിട്ട് ശേഷമാണ് പിന്നെ ഞങ്ങൾ ശിവക്ഷേത്രത്തിലേക്ക് കയറുക. അപ്പോൾ ആദ്യം തന്നെ അവിടെ പോയിട്ട് അഭിഷേകമൊക്കെ ചെയ്തിട്ട് ഇവിടേക്ക് വരാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഞാനും രാജേട്ടനും താഴെ സുബ്രഹ്മണ്യസ്വാമിയുടെ ക്ഷേത്രത്തിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ഗോപൻ ഇവിടെയൊക്കെ ഒന്ന് ഇങ്ങനെ പിടിച്ചതാണ് കേട്ടോ. ഞാൻ ഇതുവരെ അങ്ങനെ പിടിച്ചിട്ടില്ല അല്ലേ. കിഴക്കോട്ട് ദർശനമാണ്. നേരെ കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. താഴെ പാടാണ്, പാടത്തിൻ്റെ അപ്പുറത്താണ് റോഡ്. ഇവിടെയാണ് ശ്രാദ്ധകർമ്മമൊക്കെ ചെയ്യണത് കേട്ടോ.
താഴെ സുബ്രഹ്മണ്യ സ്വാമിയുടെ ക്ഷേത്രത്തിൽ ഞങ്ങൾ പോയിട്ട് അവിടെ കർപ്പൂരമൊക്കെ കത്തിച്ച് അഭിഷേകത്തിനൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അത് കുറച്ച് കഴിയുമ്പോൾ തിരുമേനി വരുമ്പോൾ ചെയ്യും. അപ്പം ഞങ്ങൾ തൊഴുതു, പ്രാർത്ഥിച്ചു. ഇനി ഇവിടെ തൊഴുത് കഴിഞ്ഞാൽ നേരെ ആലിൻ്റെ അടുത്തേക്കാണ് പോവുക. അങ്ങനെ ആൽ പ്രദക്ഷിണവും ചെയ്തിട്ടാണ് ശിവക്ഷേത്രത്തിലേക്ക് കയറുക. മൂലതോ ബ്രഹ്മരൂപായ മധ്യതോ വിഷ്ണുരൂപിണേ അഗ്രത ശിവരൂപായ വൃക്ഷരാജായ തേ നമഃ. അവിടുന്ന് തൊഴുത് ഞങ്ങൾ ആലിനെ വലം വെച്ച് ഇവിടെ എത്തി. ഇവിടെ നിന്ന് റെസിപ്റ്റൊക്കെ വാങ്ങിയിട്ട് ഉള്ളിലേക്ക് പോകാണ്. അങ്ങനെ ഞങ്ങൾ തൊഴുത് പുറത്തേക്ക് വന്നു. പ്രസാദമൊക്കെ കിട്ടിയിട്ടുണ്ട്. പുറത്ത് ഒരു പ്രദക്ഷിണം വെച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ചു വന്ന് വീട്ടിലേക്ക് എത്തുകയാണ് കേട്ടോ. വീട്ടിലെത്തി. ഇവിടെ ഹാപ്പി ബർത്ത്ഡേയുടെ കുറച്ച് അലങ്കാരമൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. കേക്ക് മുറിക്കാനൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ഡിയർ അമ്മ. അങ്ങനെ കേക്കൊക്കെ മുറിച്ച് ശേഷം ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഫാമിലി ഫോട്ടോസൊക്കെ എടുത്താണ്. ഇത് ശശി, വാസന്തി, ശാന്ത, നിഷ, നിമി. ഇത് അമ്മായി, അനിലൻ, ലത. ഇതെൻ്റെ ഫ്രണ്ട്സ് റീത്താമ്മ ടീച്ചർ, എൽസി ടീച്ചർ, സുന്ദര ടീച്ചർ. ഇത് അരുണും ഗോപികയും. ഇത് വിജയൻ, സുനന്ദ, വിദ്യ, രശ്മി, രതി, രേണുക, രഹന, പ്രിയങ്ക, സിന്ധു. ഇത് ശിവേട്ടനും ശ്യാമളയും ശ്രീരാമനും. ഞങ്ങളും ജയശ്രീയും. ഇത് സിന്ധു, മുകുന്ദൻ, അമ്മു, നിഷ. ഇത് അനുവിൻ്റെ അച്ഛനമ്മയും. ഇത് അമ്മുവിൻ്റെ അച്ഛനമ്മയും. ഇത് രഘുനന്ദനും സുശീലയും ദേവിയും മാളും ധ്രുവും. ഇത് അനിൽകുമാറും അമ്പിളിയും. ഇത് രാംദാസും ജയശ്രീയും. സുന്ദര ടീച്ചറും ഹസ്ബൻഡും റീതാമ്മ ടീച്ചറും എൽസി ടീച്ചറും. എൻ്റെ അനിയത്തിയും ഹസ്ബൻഡും പത്മിനി രാമചന്ദ്രൻ. അങ്ങനെ കേക്ക് മുറിക്കലും ഒക്കെ കഴിഞ്ഞു. പിന്നെ ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം എല്ലാവരും ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു. ഞങ്ങളുടെ ഈ ചെറിയ സന്തോഷത്തിൽ പങ്കുചേർന്ന എല്ലാവരോടും പ്രത്യേകം നന്ദി പറയുകയാണ് കേട്ടോ. മിനി താങ്ക്സ്.